വന്ധ്യതാ കേസുകൾ ഇപ്പൊ നമ്മുടെ സമൂഹത്തിൽ ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്താണ് അതിന്റെ ഒരു കാരണമായിട്ട് വൈദ്യർക്ക് തോന്നുന്നത്? ശരിയാണ്. പഴയ കാലഘട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ പോകുന്നത്. കാരണം പണ്ട് ഒരു 10% 5% പേർക്കാണ് വന്ധ്യതയുമായി ബന്ധപ്പെട്ടിട്ടുള്ള രോഗങ്ങളെങ്കിൽ ഇപ്പോൾ ദമ്പതികളിൽ 40%-ത്തിലധികം വന്ധ്യതയുമായി ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ അതിൻ്റെതായ രീതിയിലുള്ള രോഗങ്ങളുള്ള അവസ്ഥയുണ്ട്. അത് പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും. ഇതിന് മെയിൻ കാരണം ഭക്ഷണ രീതി തന്നെയാണ്. ഒന്നാമത്തെ ഭക്ഷണ രീതി, രണ്ടാമത്തെ വസ്ത്രരീതി. ശരീരത്തിൽ നമുക്ക് 80% ആളുകൾക്കും വൈറ്റമിൻ ഡിയുടെ പ്രശ്നമുണ്ട്. എന്തുകൊണ്ടാണ്? വൈറ്റമിൻ ഡി നമുക്ക് ഫ്രീ ആയി കിട്ടുന്നതാണ്. സൂര്യന്റെ നമ്മുടെ ശരീരത്തിൽ സൂര്യപ്രകാശം അടിക്കാനുള്ള അവസരങ്ങൾ നമ്മൾ കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ രോഗപ്രതിരോധ ശേഷി ഉണ്ടാവണമെങ്കിൽ വൈറ്റമിൻ ഡി വേണമെന്നുണ്ട്. ഇപ്പൊ നമ്മളെ പോലത്തെ ഓരോരുത്തരും വീടിന്റെ ഉള്ളിലിരിക്കുന്നു, കാറിൽ കയറുന്നു, സ്ഥാപനത്തിൽ പോകുന്നു, തിരിച്ചു വരുന്നു. നമ്മളുടെ ശരീരത്തിൽ സൂര്യപ്രകാശം തട്ടുന്ന ഒരവസ്ഥ ഉണ്ടാവുന്നില്ല. പിന്നെ വ്യായാമക്കുറവ്, ഭക്ഷണരീതി, വ്യായാമക്കുറവ്, വസ്ത്രരീതി, പാർപ്പിട രീതിയും പണ്ടത്തെ കേരളത്തിന്റെ രീതിയിലല്ലല്ലോ നമ്മളിപ്പോൾ വീട് ഉണ്ടാക്കുന്നത്. കാറ്റും വെളിച്ചൊന്നും നമ്മളുടെ ഇതില്ല. നമ്മൾ വാതിലൊക്കെ അടച്ചുപൂട്ടി അതിൻ്റെ ഉള്ളിൽ തന്നെയാണ്. ശരിക്കുള്ള ഓക്സിജനോ അല്ലെങ്കിൽ പ്രകൃതിയിൽ നിന്നുള്ള നല്ല കാറ്റൊന്നും നമ്മുടെ വീടിന്റെ ഉള്ളിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇതെല്ലാം ഇതിനെ ഭാഗവാക്കാവുന്നു എന്നുള്ളതാണ് ശരി. അപ്പോൾ വന്ധ്യത പെരുകാനുള്ള കാരണം നമ്മുടെ ജീവിതശൈലിയിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ തന്നെയാണ് ഇത്തരം രോഗങ്ങൾക്ക് കാരണം.